ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നോയമ്പ് കാലത്തെ സങ്കീർത്തന വായന 20 വിഭാഗങ്ങളായി ഭാഗിച്ചു വായിക്കും എന്ന്. ആ 20 വിഭാഗങ്ങളെ കത്തിസ്മ എന്നാണ് പറയുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം ഇരിപ്പിടം എന്നാണ്. ഈ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ഇരിക്കുകയും സങ്കീർത്തനങ്ങളുടെ ഒരു സെറ്റ് കഴിയുമ്പോൾ എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് ഗ്ലോറി ടു ദ ഫാദർ ആൻഡ് ടു ദ സൺ ആൻഡ് ടു ദ ഹോളി സ്പിരിറ്റ് ബോത്ത് നൗ ആൻഡ് എവർ ആൻഡ് അൺടു ഏജസ് ഓഫ് ഏജസ്. ആമീൻ. ഹല്ലേലൂയ, 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 ഗ്ലോറി ടു ദീ ഓ ഗോഡ്. ഹല്ലേലൂയ, 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 ഗ്ലോറി ടു ദീ ഓ ഗോഡ്. ഹല്ലേലൂയ, 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 ഗ്ലോറി ടു ദീ ഓ ഗോഡ്. ആ ഗോഡ് ആൻഡ് എ ഹോപ്പ്, ഗ്ലോറി ടു ദീ. ഇത്രയും പറഞ്ഞിട്ട് അവർ പിന്നെ അടുത്ത കത്തിസ്മ വായിക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്നു. ഈ കത്തിസ്മേറ്റ എന്നാണ് അതിൻ്റെ പ്ലൂറൽ. ഈ കത്തിസ്മേറ്റ എല്ലാം വായിച്ച് തീരുമ്പോഴേക്കും 40 ദിവസത്തെ നോയമ്പ് പൂർത്തിയാകും. 20 വിഭാഗങ്ങളായിട്ടാണല്ലോ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ വിഭാഗം സങ്കീർത്തനം 1 തൊട്ട് 8 വരെയുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 1 തൊട്ട് 8 വരെയുള്ളത്. ആ 1 തൊട്ട് 8 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഇപ്പോൾ ഞാൻ വായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 20 ദിവസം ആകുമ്പോഴേക്കും സങ്കീർത്തനങ്ങൾ മുഴുവനും വായിച്ച് തീർക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ദൈവം സഹായിച്ചാൽ അത് നടക്കും. ആദ്യത്തെ കത്തിസ്മ 1 തൊട്ട് 8 വരെയുള്ള സങ്കീർത്തനങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 1 തൊട്ട് 8 വരെ ഒന്നിച്ച് വായിച്ച് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള പരിമിതി, ടൈം എക്സ്റ്റെൻഡ് യൂട്യൂബ് എനിക്ക് അലൗ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് പുതിയ ചാനലാണല്ലോ. അതുകൊണ്ട് ഞാൻ 1ഉം 2ഉം സങ്കീർത്തനം ആദ്യം അപ്ലോഡ് ചെയ്തിട്ട് കത്തിസ്മ 1 പാർട്ട് 2 എന്ന് പറഞ്ഞ് രണ്ടാമത് ലെങ്ത് അനുസരിച്ച് ഇത് 8 സങ്കീർത്തനങ്ങളും ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവം സഹായിച്ചാൽ അത് നടക്കും. അപ്പോൾ ഒന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ പുസ്തകം, സങ്കീർത്തനങ്ങൾ 1-ാം പുസ്തകം 1-ാം അധ്യായമാണ് ആദ്യം ഇപ്പോൾ ഞാൻ വായിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി എറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു. ആമേൻ. സങ്കീർത്തനം 2. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പ്രാപിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ആമേൻ.